അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദർസുൽ മിഷ്കാത്തിന്റെ 22ാമത്തെ ഭാഗം ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് 21ാമത്തെ ഭാഗത്തിൽ വന്ന ചില ഭാഗങ്ങളുടെ ഒരു ചെറിയ വിശദീകരണം കൂടി നൽകുകയാണ് 22ാമത്തെ ഭാഗത്തിൽ. നാം അവസാനമായി ചർച്ച ചെയ്ത ഹദീസിൽ 21ാമത്തെ ഭാഗത്തിൽ യദ്ഖുലുൽ ഫുഖറാഉൽ ജന്നത, ദരിദ്രരായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും, ഖബ്ലൽ അഗ്നിയാ, ഈ ധനികരുടെ മുമ്പ്, ബി 500 ആമിൻ, 500 വർഷം മുമ്പ്, നിസ്ഫ യൗമിൻ, അതൊരു ദിവസത്തിന്റെ പകുതിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്ഥലത്ത് അള്ളാഹുവിന്റെ അരികെ ഒരു ദിവസം എന്നത് 1000 വർഷമാണ് എന്ന് കഴിഞ്ഞ ഭാഗത്തിൽ നാം ചർച്ച ചെയ്തിരുന്നു. അതിനെ ഹജ്ജ് സൂറത്തിലെ വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ, റബ്ബിന്റെ അരികെ ഒരു ദിവസം എന്ന് പറയുന്നത് കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണുന്ന ദിവസങ്ങളിൽ നിന്ന് 1000 വർഷം പോലെയാണ് എന്ന ആയത്ത് നാം അവിടെ സ്മരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ച് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യം കൂടി ഇതിലേക്ക് ചേർക്കുകയും, അസ്സമനു ബിന്നിസ്ബതി ഇലല്ലാഹി തഖ്തലിഫു, അള്ളാഹുവിലേക്ക് ചേർത്തി നോക്കുമ്പോൾ സമയം വ്യത്യാസപ്പെടും. ഫലായുക്കാസു, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവൃത്തിയെ മനുഷ്യരുടെ സമയവുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റുകയില്ല. നമ്മുടെ സമയവും അള്ളാഹുവിന്റെ സമയവും ഒരുപോലെയല്ല. അല്ലാഹു മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്, എല്ലാ സൃഷ്ടികളോടും എതിരായവനാണ്. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം സൃഷ്ടികളുടെ സമയവും സൃഷ്ടാവിന്റെ സമയം തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് സൂചിപ്പിക്കൽ മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരായത്തിൽ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന എന്ന് നാം പറയുകയുണ്ടായി. ഫീ യൗമിൻ, ഒരു ദിവസം, കാന മിഖ്ദാറുഹു, ആ ദിവസത്തിന്റെ കണക്കായിരിക്കുന്നു 50000 സന, 50000 വർഷം. ഇത് യഥാർത്ഥത്തിൽ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഖിയാമത്ത് നാളിൽ മനുഷ്യർക്കുള്ള ആ പ്രയാസങ്ങൾക്കനുസരിച്ച് നന്മ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്ത മഹാന്മാരല്ലാത്തവർക്ക് അവരുടെ ചെയ്ത ചെയ്തികൾക്കനുസരിച്ച്, തെറ്റുകൾക്കനുസരിച്ച് അവിടെ പ്രയാസം കൂടുതൽ തോന്നും. അപ്പോൾ വളരെ കുറഞ്ഞ സമയമാണെങ്കിലും വർഷങ്ങളായി അനുഭവപ്പെടും എന്നാണ് ആയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 22ാമത്തെ ഭാഗമാണ്. മിഷ്കാത്ത് ദർസ് 22, കിതാബുർ റിഖാഖ്, ബാബു ഫളിൽ ഫുഖറായി എന്ന അധ്യായത്തിൽ ഹദീസ് നമ്പർ 17. وعن أمية بن خالد بن عبد الله بن أسيد عن النبي صلى الله عليه وسلم, ഉമയ്യത്ത് ബിൻ ഖാലിദ് എന്നവരിൽ നിന്ന് നിവേദനം, അബ്ദുല്ലാഹി ബിൻ അസീദ് എന്നവരിൽ നിന്ന് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്,
അന്നഹു യസ്തഫ്തിഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയത്തെ തേടിയിരുന്നു അലൽ കുഫാരി, കാഫിറുകളുടെ മേലിൽ, ബിസ്സാലികിൽ മുഹാജിരീൻ, മുഹാജിറുകളിൽ നിന്നുള്ള ദരിദ്രരായ ആളുകളെ കൊണ്ട്. അപ്പൊ അവരുടെ ബറക്കത്ത് കൊണ്ട് ഇത് ഒന്നുകൂടി വ്യക്തമായി ഇബ്നുൽ മലിക് എന്നവര്, അഥവാ മുഹമ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുൽ അസീസ് എന്ന അനഫി പണ്ഡിതൻ പറയുന്നു, അല്ലാഹുമ്മ അൻസുർനാ അലൽ അദാഇ ബിഅഖിബാദികൽ ഫുഖറാഇൽ മുഹാജിരീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ശറഹ് സുന്ന എന്ന കിതാബിൽ രേഖപ്പെടുത്തി. ഇനി 18ാമത്തെ ഹദീസ്, വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല, അവർ പറയുന്നു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഗ്ബതന്ന, തീർച്ചയായും അവനെ പോലെ ആവണം എന്ന് നീ ആഗ്രഹിക്കരുത്, ഫാജിറൻ, ഒരു തമ്മാടിയെ സംബന്ധിച്ച്. എങ്ങനെയുള്ള തമ്മാടി? ബിനിഅമത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നല്ല നിഅമത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോ അവനെ പോലെ ഞാനും ആവണമെന്ന് ഒരിക്കലും നീ കൊതിക്കാൻ പാടില്ല. കാരണം നിനക്കറിയില്ല അവൻ മരിച്ചതിനു ശേഷം അവൻ അനുഭവിക്കാൻ പോകുന്നതിനെ നിനക്കറിയില്ല. അതുകൊണ്ട് നീ അങ്ങനെ കൊതിക്കാൻ പാടില്ല. ഇന്നലഹു ഇൻദല്ലാഹി ഖാതിലൻ, തീർച്ചയായും അവനിക്ക് അല്ലാഹുവിന്റെ അരികെ ഒരു ഖാതിലുണ്ട്, അവനെ ഒരു കൊല്ലുന്നവനുണ്ട്. ഖാതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നരകമാണ്. ലാ യമൂതു, ആ ഖാതിൽ ഒരിക്കലും മരിക്കുകയില്ല, ആ ഘാതകൻ ഒരിക്കലും മരിക്കുകയില്ല. യഅനി അന്നാർ, നരകമാണ്. റവാഹു ശറഹ് സുന്ന എന്ന കിതാബിൽ ഈ ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ആളുകളെ സംബന്ധിച്ച് ഞാൻ അവനെ പോലെ ആവണം എന്ന് കൊതിക്കാൻ പാടുള്ളൂ. വെറും ദുന്യാവ് നോക്കിക്കൊണ്ട് അങ്ങനെ കൊതിക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. 19ാമത്തെ ഹദീസ്, വഅൻ അബ്ദുല്ലാഹി ഇബ്നു അംർ, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല, അവർ പറയുകയാണ്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുന്യാ, ദുന്യാവ്, സിജ്നുൽ മുഅ്മിനി, മുഅ്മിനിന്റെ നരകമാണ്, ജയിലാണ്. മുഅ്മിനായ മനുഷ്യനെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ കൊള്ള ചേർത്തി നോക്കുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന് ഈ ദുനിയാവിലുള്ള ജീവിതം ഒരു ജയിലിലെ ജീവിതം പോലെയാണ് എന്നാണ് അർത്ഥം. വസനത്തുഹു, അവന്റെ ക്ഷാമവുമാണ് ഇവിടെ. അവൻ ദുന്യാവിനോട് വിട്ടുപിരിഞ്ഞാൽ ജയിലിനോട് അവൻ വിട്ടുപിരിഞ്ഞവനായി. എന്ന കിതാബിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 20ാമത്തെ ഹദീസ്, എന്നവരിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല, പറഞ്ഞു, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ, ഹമാഉദ് ദുനിയ, ദുനിയാവിലെ
ധനത്തെ തൊട്ട് സമ്പത്തിനെ തൊട്ട് ഹലാലായ നിലക്കല്ലാതെ സമ്പാദിക്കുന്ന സമ്പത്തിനെ തൊട്ട് അവനെ കാക്കുന്നതാണ് അല്ലാഹു. നിങ്ങളിൽ നിന്ന് അഹദുക്കും നിങ്ങളിൽ നിന്നൊരാൾ ആകും പോലെ അവൻ കാക്കുന്നവനാകും പോലെ സഖീമഹു വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത തന്റെ രോഗിയെ ആ വെള്ളത്തിനെ തൊട്ട് കാക്കും പോലെ അല്ലാഹു സംരക്ഷിക്കും. റവാഹു അഹ്മദ് വതുർമുദിയു. ബഹുമാനപ്പെട്ട അഹ്മദ്, തുർമുദി എന്നിവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 21ാമത്തെ ഹദീസ്. മഹ്മൂദ് ബിൻ ലബീദ് എന്നവരിൽ നിന്ന് നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്നതാനി യക്റഹുമാ ഇബ്നു ആദം. രണ്ട് കാര്യങ്ങളാകുന്നത്, ആ രണ്ട് കാര്യങ്ങളും മനുഷ്യൻ വെറുക്കുന്നതാണ്. ഇബ്നു ആദം എന്ന് പറഞ്ഞ മനുഷ്യൻ. യക്റഹുൽ മൗത, മരണത്തിനെ മനുഷ്യന് ഉറപ്പായിരിക്കും. വൽ മൗതു ഖൈറുൽ ലിൽ മുഅ്മിനി മിനൽ ഫിത്നതി, മരണമാണ് ഒരു മുഅ്മിനായ മനുഷ്യന് ഫിത്നയേക്കാൾ നല്ലത്. ഫിത്നയേക്കാൾ നല്ലത് എന്നതുകൊണ്ടുള്ള ഫിത്ന അത് ഏതാണെന്ന് കൂടി നാം മനസ്സിലാക്കണം. ദുആഇലക ഫഖബിൽനാ ഇലൈക ഗൈറ മഫ്തൂനീൻ എന്നൊക്കെ പറയുമ്പോൾ ഇദാ റത്ത ബി ബാദിക ബി ഫിത്നതിൻ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലുണ്ടാവണം എന്താണ് ആ ഫിത്ന. ആ ഫിത്ന എന്താണ് അവിടെ ഉദ്ദേശിച്ച ഫിത്ന? എന്ന ശിർക്കിൽ പെടുന്നതിനെ തൊട്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ശിർക്കിൽ അകപ്പെടുമെന്ന് തോന്നിയാൽ അതിലേറെ നല്ലത് വൽ മൗതു ഖൈറുൻ, അതാണ് ഖൈർ. അതേ പ്രകാരം തന്നെ അൽ ഫിത്നതു അൽ ഇർതിദാദ്, ദീനിൽ നിന്ന് മുർത്തദാവേണ്ട ഒരു അവസ്ഥ വന്നു. മുർത്തദാകുന്നില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുകയില്ല, കൊല ചെയ്യപ്പെടും. അപ്പോൾ ഫൽ മൗതു, മൗത്താണ് ഖൈർ. അതേ പ്രകാരം ഇക്റാഹുൽ ഗൈരി അലൽ മആസി, ദോഷത്തിന്റെ മേലിൽ മറ്റൊരാളെ നിർബന്ധിപ്പിക്കേണ്ട ജോലി നമുക്ക് ലഭിച്ചു, അതിൽ നിന്ന് ഒരിക്കലും മാറാൻ പറ്റുകയില്ല. പിന്നെ മാറണമെങ്കിൽ മരിക്കണം. എന്നാൽ മൗത്താണ് ഖൈർ എന്നാണ് ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്ന് മരണം, രണ്ട് വയക്രവു കില്ലത്തൽ മാലി, ധനം കുറയുക എന്നതിനെ മനുഷ്യൻ വെറുക്കും. വഖില്ലത്തുൽ മാലി അഖല്ലു ലിൽ ഹിസാബ്, സമ്പത്ത് കുറയുക എന്നത് അല്ലാഹുവിന്റെ അരികെ ഹിസാബിനെ ഏറ്റവും കുറക്കുന്നതാണ്. റവാഹു അഹ്മദ്, അഹ്മദ് എന്നവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 22ാമത്തെ ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഈ ക്ലിപ്പ് അവസാനിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവര് പറയുന്നു, ഒരു പുരുഷൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ വന്നുകൊണ്ട് പറയുകയാണ്, ഫഖാല ഇന്നി ഉഹിബ്ബുക, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ വന്നിട്ട് ഒരു പുരുഷൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുർ മാ തഖൂൽ, നീ പറയുന്നത് എന്താണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ചിന്തിക്കുക, പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി പറയുക. ഫഖാല, അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, അല്ലാഹുവിനെ തന്നെ സത്യം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. സലാസ മറഅത്തിൻ, 3 പ്രാവശ്യം ഇത് ആവർത്തിച്ചു അദ്ദേഹം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കുൻത സ്വാദിഖൻ, നീ സത്യമാണ് പറയുന്നതെങ്കിൽ, ഫഇദ ലിൽ ഫഖരി തിജ്ഫാഫാ, ഫഇദ, നീ തയ്യാറാക്കുക, ലിൽ ഫഖരി, ദാരിദ്ര്യത്തിന്, തിജ്ഫാഫൻ, ഒരു അങ്കിയെ.
എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാകും, വലിയ ദാരിദ്ര്യം. ആ സമയത്ത് അതിനൊരു അങ്കി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ക്ഷമിക്കാനുള്ള ഒരു കഴിവിന് നേടിയെടുക്കണം എന്നാ പറഞ്ഞില്ല അർത്ഥം. തുടർന്ന് പറയുന്നു, ലൽ ഫഖ്റു ദാരിദ്ര്യം അസ്റഉ ഇലാ മൻ യുഹിബ്ബുനി, എന്നെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ദാരിദ്ര്യം ഓടിച്ചെല്ലുന്നതാണ്. അസ്റഅണ് വേഗത്തിൽ ചെല്ലും. മിനസ്സൈലി ഇലാ മുന്തഹാഉ, ഒരു മലവെള്ളം, ഒരു ഉരുൾ പൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ സ്പീഡിൽ വരുമ്പോൾ എത്ര സ്പീഡിലാണോ വരുന്നത് അതിലേറെ വേഗത്തിൽ എന്നെ സ്നേഹിക്കുന്നവനിലേക്ക് ഫഖർ വരും. ആ സമയത്ത് ക്ഷമിക്കാനുള്ള ഒരു ക്ഷമയുടെ അങ്കി നീ കൈവശപ്പെടുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറയുകയാണ്. റവാഹു തുർമുദി, മാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. വഖാല ഹാദാ ഹദീസുൻ ഹസനുൻ ഖരീബുൻ, ഇത് ഹസനായ ഹദീസാണ്, ഖരീബാണ് എന്ന് മഹാനവറുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ വന്നതുകൊണ്ട് ഇവിടെ വിവരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന, അവിടത്തോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുന്ന വിഭാഗത്തിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെ ബന്ധപ്പെട്ടവ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, സുഹൃത്തുക്കൾ, മറ്റ് ബന്ധുക്കൾ, അവിടൊക്കെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും അവരെയും നമ്മയും അല്ലാഹു വിജയികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.